മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറന്നതിന് പിന്നാലെ ശബരിമലയിൽ ഭക്തജന പ്രവാഹം. തിരക്ക് നിയന്ത്രിക്കാൻ വിപുലമായ സജ്ജീകരണമാണ് പോലീസും ദേവസ്വം ബോർഡും ഒരുക്കിയിട്ടുള്ളത്. അരുൺ പാറക്കൽ ഇപ്പോൾ സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, എന്തൊക്കെയാണ് സന്നിധാനത്തെ കാഴ്ചകൾ? മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറന്ന ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ചയാണ്. വലിയ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ ഇന്ന് വലിയൊരു ക്യൂ അനുഭവപ്പെടുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ തിരക്ക് വർദ്ധിക്കുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കാൻ വിപുലമായ സൗകര്യം ദേവസ്വം ബോർഡും പോലീസും ഒക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്നാലും തിരക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴും ഈ ക്യൂ നീണ്ടിരിക്കുകയാണ്. മരക്കൂട്ടം വരെ ക്യൂ നീളുന്ന ഒരു സാഹചര്യമാണ് ശബരിമലയിൽ നിലവിലുള്ളത്. നിലവിൽ 3700 അയ്യപ്പ ഭക്തന്മാർ 18ാം പടി കയറുന്നുണ്ട്. 80,000 പേർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്പോട്ട് ബുക്കിംഗ് കൂടിയുണ്ട്. അതിലും തിരക്ക് വർദ്ധിക്കും. അതായത് 1 ലക്ഷത്തോളം ആളുകൾ ഇന്നിപ്പോൾ ശബരിമല കയറുമെന്നാണ്, ശബരിമല സന്നിധാനത്തേക്ക് എത്തുമെന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന കണക്കുകൾ. തിരക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. പോലീസും ദേവസ്വം ബോർഡും ഒക്കെ അതിനനുസരിച്ചുള്ള സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. അരുൺ, ഇപ്പോൾ മകരവിളക്ക് 15ാം തീയതിയാണ്. വലിയ ഭക്തജന തിരക്കുണ്ടാകുന്ന ഒരു സമയവുമാണ്. ഈ പുതിയ ക്രമീകരണങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ദേവസ്വം ബോർഡും പോലീസും ഒക്കെ നൽകുന്ന പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് അരുൺ ഈ ക്രമീകരണങ്ങൾ സംബന്ധിച്ച്? ഈ തിരക്ക് നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങളാണ് പോലീസും ദേവസ്വം ബോർഡും പ്രധാനമായും ഒരുക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായതുപോലെ വലിയ തിരക്കും അതിനനുസരിച്ചുള്ള പരിമിതികളുമൊക്കെ ശബരിമലയിൽ ഉണ്ടായിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഈ ഒരു മകരവിളക്കിന് വേണ്ടിയും നട തുറന്ന സമയത്ത് ഉണ്ടാവില്ല എന്നാണ് ദേവസ്വം ബോർഡും പോലീസും ഒരുപോലെ അവകാശപ്പെടുന്നത്. കൂടുതൽ പോലീസുകാരെ സന്നിധാനത്തേക്ക് നിയോഗിച്ചിട്ടുണ്ട്. തിരക്ക് നിയന്ത്രിക്കാനുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ ക്യൂ നിൽക്കുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ പ്രധാനമായും സന്നദ്ധ സംഘടനകൾ ഉൾപ്പെടെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മണിക്കൂറുകളോളം ക്യൂ നിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കാനുള്ള ഒരു സജ്ജീകരണമാണ് പ്രധാനമായും. ഏതായാലും ശബരിമല നട തുറന്നതിന് പിന്നാലെ വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.